കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് കെ രാഘവൻ MP നടത്തുന്ന ഉപവാസം ഇന്ന് അവസാനിക്കുകയാണ്. മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സംബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗം ചർച്ച ചെയ്യും. ദീപക് തർമ്മണം നമുക്കൊപ്പം ചേരുന്നു. കെ രാഘവൻ MPയും ദീപക് തർമ്മണത്തോടൊപ്പം ഉണ്ട്. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സമരം ഒരു പ്രതീക്ഷയിൽ അവസാനിപ്പിക്കുകയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പറയൂ. SK അങ്ങനെ തന്നെയാണ്. കാരണം മലബാറിലെ ഒരു പ്രധാനപ്പെട്ട സർക്കാർ മേഖലയിലെ ആരോഗ്യ ചികിത്സാ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം, മരുന്ന് ദൗർബല്യം വലിയ പ്രതിസന്ധി തന്നെയാണ് ചികിത്സയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സാധാരണ ജനങ്ങളുടെ ഒരു ഉപരിചികിത്സയ്ക്ക്, അതായത് പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള തടസ്സമായി മാറിയിരുന്നു ഈ മരുന്ന് വിതരണ കമ്പനിക്കാർ വിതരണം നിർത്തിവെച്ചത്. അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. കാരണം 9 മാസത്തെ കുടിശ്ശികയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് നേരത്തെയും കെ രാഘവൻ ഈ വിഷയത്തിൽ സമരത്തിന് ഇടപെട്ടിരുന്നു. അതിനുശേഷം സർക്കാർ ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം തന്നെ മരുന്ന് ലഭ്യമാക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ അതേ വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ, അതായത് വീണ്ടും മരുന്ന് വിതരണ രംഗത്ത് ഒരു പ്രതിസന്ധി വന്ന സാഹചര്യത്തിൽ കെ രാഘവൻ ഉപവാസത്തിനിരുന്നു. 24 മണിക്കൂർ ഉപവാസമാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ കെ രാഘവൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. അങ്ങ് മുൻപും ഈ വിഷയം ഉയർത്തി സമരരംഗത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. സർക്കാർ തലത്തിൽ ഇന്നലെ ഇടപെടൽ വന്നിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുടെ. എന്താണ് ഇപ്പോൾ പ്രതികരിക്കുക? അല്ല, ഞങ്ങൾ സർക്കാരിനെതിരെയുള്ള സമരമല്ല. കാരണം രണ്ടാഴ്ചയായി ഈ മരുന്നുക്ഷാമം ആരംഭിച്ചിട്ട് ചികിത്സയില്ല, ഒരു മരുന്നുമില്ല. ഓക്സിജൻ സിലിണ്ടർ പോലും കഴിയാൻ വേണ്ടി പോവുകയാണ്, നിവൃത്തിയില്ല. ഈ പശ്ചാത്തലത്തിൽ സർക്കാർ ചെയ്യുന്ന കാര്യം സർക്കാർ ചെയ്യുന്നില്ല. ഇതാണ് വിഷയം. മരുന്ന് കൊടുക്കണം. പാവപ്പെട്ടവരുകളെ വരുന്നാലോചിക്കണം. സമ്പന്നന്മാരെ, പണക്കാർക്ക് പോകാൻ വേറെ ആശുപത്രിയുണ്ട്. പാവപ്പെട്ടവർക്ക് മരുന്ന് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയുള്ള സമരമാണ്. അതാണ് DCC ഒരാഴ്ച മുമ്പ് ആരംഭിച്ചത്. ഞാൻ ഇന്നലെ തുടങ്ങാൻ കാരണം നിർബന്ധമായും മരുന്ന് കൊടുക്കുക. മരുന്ന് നിർബന്ധമായും കൊടുത്തേ പറ്റൂ. കാരണം ആളുകൾ പുറത്തുപോയി വാങ്ങാൻ കഴിവില്ലാത്തവരുണ്ട്, സാധാരണ ജനങ്ങൾ, പാവപ്പെട്ടവർ. ഇന്നലെ ഇവിടെ കുറേ ആൾ വന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പുറത്തു പോകാൻ കഴിവില്ല. ഇവിടെ നിന്ന് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ചിലർക്ക് മരുന്ന് വാങ്ങിക്കൊടുത്ത് ആലോചിക്കണം. അത്ര ദയനീയമാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടണം. കാരണം ഇത്രയും ദിവസം മിണ്ടിയില്ല അവർ. ഇന്നലെ മാത്രമാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അവർ നിർബന്ധമായി ഇടപെടണം. ജില്ലയിലെ മന്ത്രിമാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല? ജില്ലയിലെ ഭരണകക്ഷി MLAമാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഇത് പാവപ്പെട്ടവരുടെ പ്രശ്നമാണ്, സാധാരണക്കാരുടെ പ്രശ്നമാണ്. ഈ വിഷയമാണ് ഞങ്ങൾ ഉയർത്തിയത്. ഈ വിഷയത്തിന് ഏതാണ്ട് പരിഹാരം ആയിരിക്കുകയാണ്. മന്ത്രി ഇന്നലെ ഇടപെട്ടു. കാരുണ്യയിലൂടെ മരുന്ന് എത്രയും വേഗം, അങ്ങയുടെ ഒരു സമരത്തിന്റെ ഉപവാസത്തിന്റെ ഒരു വിജയം കൂടിയാണല്ലോ. അല്ല, ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പാവപ്പെട്ടവർക്ക് മരുന്ന് കിട്ടുക, സാധാരണക്കാർക്ക് മരുന്ന് കിട്ടുക, അവരുടെ ജീവൻ രക്ഷിക്കുക, ജീവൻ രക്ഷിക്കാനുള്ള മരുന്ന് എത്തിക്കുക. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. താങ്ക് യു. SK കെ രാഘവന്റെ ഉപവാസ സമരം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ് സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് മരുന്ന് നൽകണം, ചികിത്സ നൽകണം എന്നുള്ളതാണ്. UK കുമാരൻ, കഥാകൃത്ത് ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഏതായാലും ഈ സമരത്തിന് കൂടുതൽ ജനങ്ങൾ എത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഇന്നലെ തന്നെ ഈ സമരം മനസ്സിലാക്കി ആരോഗ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ വന്നിട്ടുമുണ്ട്. SK ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്.